students. Previous class we discussed about first generation computer and second generation computer. Today we have to study third generation computer. Third generation computer, the period 1964 to 1975. ഇപ്പോൾ തേർഡ് ജനറേഷൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1964 to 1975 ആണ്. At the time passed, technology advanced. There came an era of small scale integration. അതായത് ടൈം പോകുന്തോറും അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴായിരുന്നു നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിപ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്നിലും എന്തൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്തിരുന്നത്? ഓർമ്മയുണ്ടോ? വാക്യൂം ട്യൂബ്സും. സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ തേർഡ് ജനറേഷനിൽ നമുക്ക് സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേഷൻ വരുന്ന ടൈമായിരുന്നു. ആ സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ചിപ്പ് ജനറേഷനാണ്. ചിപ്പ് ജനറേഷൻ അതാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേഷൻ ആയിരുന്നു. ഏത്? തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ 1964 to 1975 ആയിരുന്നു പീരിയഡ്. ഡ്യൂ ടു SSI ടെക്നോളജി, സ്മോൾ സ്കെയിൽ ഇൻറ്റഗ്രേഷൻ ടെക്നോളജി, ഇറ്റ് വാസ് പോസിബിൾ ടു പുട്ട് 10 to 20 transistor circuit into a small space called microchip. അതായത് ഒരു മൈക്രോചിപ്പിൽ 20 ട്രാൻസിസ്റ്ററും അതായത് 10 to 20 ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തായിരുന്നു സർക്യൂട്ട് ഉണ്ടാക്കിയിരുന്നത്. വളരെ സ്മോൾ സ്പേസിൽ നമ്മൾ 10 to 20 ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ് യൂസ് ചെയ്തത്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രോണിക് കോമ്പൗണ്ടാണ്. അതെന്താണ്? അറ്റ് എ ടൈമിൽ ഡിഫറെൻറ്റ് ജോബ്സ് ചെയ്യും. അതൊരു ആംപ്ലിഫയർ ആയിരിക്കും, അല്ലെങ്കിൽ സ്വിച്ച് ആയിരിക്കും. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് കോമ്പൗണ്ട് ദാറ്റ് ക്യാൻ ഡു ഡിഫറെൻറ്റ് ജോബ്സ് എയ്തർ ആസ് എൻ ആംപ്ലിഫയർ ഓർ ആസ് എ സ്വിച്ച്. അപ്പോൾ നമ്മൾ SSI ടെക്നോളജിയിൽ എന്താണ്? 10 to 20 ട്രാൻസിസ്റ്റർ സർക്യൂട്ട് യൂസ് ചെയ്തിരുന്നു. അത് വളരെ സ്മോൾ സ്പേസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ ചിപ്സ് എന്ന് പറയുന്നത്. ഈ ഫിഗർ കണ്ടോ? ഇതാണ് മൈക്രോ ചിപ്സ്. ഇതിലാണെങ്കിൽ 10 to 20 ട്രാൻസിസ്റ്റർ ചിപ്സ് ഉണ്ടായിരിക്കും. ഇത് വളരെ ചെറിയ സ്പേസ് മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ലെസ് ദാൻ 5 mm² മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ ചിപ്പ് എന്ന് പറയുന്നത്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ മെയ്ഡ് യൂസ് ഓഫ് മൈക്രോ ചിപ്പ്. അപ്പോൾ നമ്മുടെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ചിപ്സ് യൂസ് ചെയ്താണ്, മൈക്രോ ചിപ്സ്. ദീസ് ചിപ്സ് വെയർ കാൾഡ് ICS. ഈ ചിപ്സിനെയാണ്, മൈക്രോ ചിപ്സിനെയാണ് എന്ത് പറയുന്നത്? ICS എന്ന് പറയുന്നത്. ICS എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. IC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. സിൻസ് ആൻ IC വാസ് capable ഓഫ് ഹോൾഡിംഗ് മെനി ട്രാൻസിസ്റ്റേഴ്സ്, hence third generation computer were still smaller in size and faster in speed than second generation computer. എന്താണ്? നമ്മുടെ ഈ IC ചിപ്സിൽ ഒരു മെയിൻ ട്രാൻസിസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ? ഹോൾഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വളരെ ചെറുതുമാണ്, വളരെ ഫാസ്റ്ററുമാണ്. ഏതിനേക്കാളും? നമ്മുടെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും. ഫോർ പോപ്പുലർ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ ആർ, അതായത് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ പോപ്പുലർ ആയിട്ടുള്ള ഏതൊക്കെയാണ്? IBM 360 സീരീസ്, 370 സീരീസ്, യൂണിവേക് 900 സീരീസ് എക്സെട്ര. സം ഓഫ് ദം ആർ സ്റ്റിൽ ഇൻ യൂസ്. ഇതിൽ കുറച്ചൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? SSI കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ഇൻറ്റഗ്രേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ചിപ്സ് ജനറേഷനാണ്. തേർഡ് ജനറേഷൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1964 to 1975 ആണ്. ഇതിലൊരു മൈക്രോ ചിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മൈക്രോ ചിപ്സ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പോസിബിൾ ടു പുട്ട് 10 to 20 ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഇൻ എ വെരി സ്മോൾ സ്പേസ് ഈസ് കാൾഡ് മൈക്രോ ചിപ്പ്. തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ മെയ്ഡ് യൂസ് ഓഫ് മൈക്രോ ചിപ്സ്. ദീസ് മൈക്രോ ചിപ്സ് ആർ കാൾഡ് ICS എന്ന് പറയും. ഈ ICS എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ് capable ഓഫ് ഹോൾഡിംഗ് മെനി ട്രാൻസിസ്റ്റേഴ്സ്. ഹെൻസ് തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വാസ് സ്റ്റിൽ സ്മോളർ ഇൻ സൈസ്, faster in speed than സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. ഓക്കെ, തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടർ വളരെയധികം സ്മോളും ആണ്, സ്പീഡും ആണ്. ഏതിനേക്കാളും? നമ്മുടെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിനേക്കാളും. Fourth generation computer, 1975 onwards we use fourth generation computer. As the time passed by, electronic scientists worked towards miniaturization of circuit. അതായത് ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ കമ്പ്യൂട്ടറിന് ഓരോ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഫോർത്ത് ജനറേഷൻ ആയപ്പോൾ അവർക്ക് എന്ത് തോന്നി? സ്മോളർ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം തോന്നി, സ്മോളർ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് യൂസ് ചെയ്യാൻ തോന്നി.
They were aiming to put more and more transistor circuit into same space. ആ സെയിം സ്പേസിൽ എന്ത് ചെയ്തു, ചെറിയ ചെറിയ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. They were aiming to put more and more transistor സർക്യൂട്ട് ഇൻ ടു സെയിം സ്പേസ്. ആ ചെറിയ സ്പേസിൽ തന്നെ അവരെന്താണ് ഒരുപാട് ട്രാൻസിസ്റ്റർ, അപ്പോൾ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യും തോറും എന്താണ് സ്പീഡ് കൂടും. അതുമാത്രമല്ല സൈസ് സ്മോളോ ആണ്, സ്പീഡ് കൂടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അടുത്ത 4th ജനറേഷൻ ആയപ്പോൾ അവർക്ക് എന്ത് തോന്നി, അവർ കുറേ കൂടെ മോർ ദാൻ ട്രാൻസിസ്റ്റേഴ്സ് സർക്യൂട്ടിൽ മോർ ദാൻ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജി കെയിം എ ന്യൂ ടെക്നോളജി കോൾഡ് മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അതായത് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് അവരൊരു പുതിയ ടെക്നോളജി, ന്യൂ ടെക്നോളജി കണ്ടുപിടിച്ചു. അതാണ് മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ. In medium scale integration, it was possible to put 100 of transistor into a single chip. അപ്പോൾ ഈ മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ എന്താണ്, ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ എത്ര 100 ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഏർലിയർ 4th ജനറേഷൻ കമ്പ്യൂട്ടർ മെയ്ഡ് യൂസ് ഓഫ് MSI ടെക്നോളജി. അപ്പോൾ 4th ജനറേഷൻ കമ്പ്യൂട്ടർ ഏതിലാണ് തുടങ്ങിയത്, മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനാണ് തുടങ്ങിയത്. സ്മോളർ സ്കെയിൽ ഇൻ്റഗ്രേഷൻ തീർന്നിട്ട് അവരൊരു ന്യൂ ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തു, മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ഈ മീഡിയം സ്കെയിൽ എന്ന് വെച്ചാൽ ഇറ്റ് വാസ് പോസിബിൾ ടു പുട്ട് 100 ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഇൻ ടു എ സിംഗിൾ ചിപ്പ്. ഒരു സിംഗിൾ ചിപ്പിൽ തന്നെ അവർ എത്രയാണ്, മോർ ദാൻ 100 ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ അതായത് 4th ജനറേഷൻ കമ്പ്യൂട്ടർ എന്തായിരുന്നു, മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതെന്താ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിലോട്ട് പോയി. Large scale integration technology was developed which could around 30,000 transistor circuit in a single chip. നമ്മുടെ മീഡിയം സ്കെയിൽ എന്തായിരുന്നു, 100 ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ 30 ട്രാൻസിസ്റ്റേഴ്സ്. അതായത് നമ്മുടെ 3rd ജനറേഷനിൽ എന്തായിരുന്നു, നമ്മുടെ ചെറിയൊരു IC ചിപ്സാണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ അത് 10 നമ്പേഴ്സ് വരെ 10 to 20 നമ്പേഴ്സ് വരെ യൂസ് ചെയ്യാം. ദെൻ നമ്മുടെ 4th ജനറേഷൻ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു, സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷനിൽ നിന്ന് മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനിൽ പോയി. മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനിൽ നമ്മൾ എങ്ങനെ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യാം, സിംഗിൾ ചിപ്സിൽ തന്നെ 100 ട്രാൻസിസ്റ്റർ വരുന്ന രീതിയിലാണ്. ദെൻ അതിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് സംഭവിച്ചു, ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചു. ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ടെക്നോളജിയിൽ അവർ എന്താണ് യൂസ് ചെയ്തത്, അറൗണ്ട് 30,000 ട്രാൻസിസ്റ്റർ സർക്യൂട്ട് ഇൻ ടു എ സിംഗിൾ ചിപ്പ്. സിംഗിൾ ചിപ്പിൽ അവർ എത്രയാണ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തത്, 30,000 ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ് യൂസ് ചെയ്തത്. ആഫ്റ്റർ LSI കെയിം ദ ഇയർ ഓഫ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. LSI അവസാനിച്ച ശേഷം അവർ പുതിയ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. LSI കഴിഞ്ഞിട്ട് ദേ കെയിം ടു ദ ഇയർ ഓഫ് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. VLSI ടെക്നോളജി ഹാസ് പുട്ട് മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്ററിൻ്റെ സിംഗിൾ ചിപ്സ്. LSI കഴിഞ്ഞു, അവർ VLSI കണ്ടുപിടിച്ചു. VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷനിൽ എത്ര ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്തിരുന്നത്, മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റർ ഇൻ എ സിംഗിൾ ചിപ്പിൽ മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിരുന്നു. ശ്രദ്ധിക്കൂ, അവരെന്താണ്, സച്ച് എ ചിപ്സ് ആർ ഷോൺ ഇൻ ഫിഗർ. ഇതാണ് നിങ്ങളുടെ എന്താണ് ഇൻ്റഗ്രേഷൻ ചിപ്സ്, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഉള്ളത്. ഇത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആണ്. ഇതിലെ മോർ ദാൻ മില്യൺസ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ദീസ് ഡേയ്സ് കമ്പ്യൂട്ടേഴ്സ് ആർ മേക്കിംഗ് യൂസ് ഓഫ് VLSI ടെക്നോളജി. ഇപ്പോൾ ഉള്ള കമ്പ്യൂട്ടറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണ്, VLSI ടെക്നോളജിയാണ്. കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ യൂസിങ് ടുഡേ ആർ 4th ജനറേഷൻ കമ്പ്യൂട്ടർ. ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഏതാണ്, 4th ജനറേഷൻ കമ്പ്യൂട്ടർ. In other words, you can say that 4th generation computer are the computer that makes VLSI technology. അല്ലെങ്കിൽ എന്ത് പറയാം, 4th generation computer ഏത് യൂസ് ചെയ്താണ് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു, VLSI ടെക്നോളജി യൂസ് ചെയ്താണ് 4th generation computer നിർമ്മിച്ചിരിക്കുന്നത്. സോ 4th generation computer എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ഒരു മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷനിൽ 100 ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ വന്നത്. അത് കഴിഞ്ഞ് അതേ 4th ജനറേഷൻ ടൈമിൽ അവരെന്താണ് ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ട്രാൻസിസ്റ്റർ എത്രയുണ്ട്, 30,000 ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൻ്റെ സിംഗിൾ ചിപ്സിൽ 30,000 ട്രാൻസിസ്റ്റർ ഉണ്ടായി.
ദെൻ അത് കഴിഞ്ഞ് അവർ വീണ്ടും വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ എത്രയുണ്ട്? മില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ എ സിംഗിൾ ചിപ്പ്. ഇപ്പോൾ 4th ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അത് ഏത് ടെക്നോളജി യൂസ് ചെയ്താണ് ഉണ്ടത്? 4th ജനറേഷൻ കമ്പ്യൂട്ടർ ഏത് ടെക്നോളജി? VLSI, വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. ദെൻ 5th ജനറേഷൻ കമ്പ്യൂട്ടർ. 5th ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലെയാണ്. നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഏതാണ്? 4th ജനറേഷൻ കമ്പ്യൂട്ടർ. 5th ജനറേഷൻ കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. 5th ജനറേഷൻ കമ്പ്യൂട്ടർ ആർ നോട്ട് എറ്റ് ഫുള്ളി റെഡി. ഈ 5th ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഫുള്ളി റെഡി ആയിട്ടില്ല. ദേ ആർ സ്റ്റിൽ ഇൻ ഡെവലപ്മെൻറ്റ് ഫേസ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അവർ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. 5th ജനറേഷൻ കമ്പ്യൂട്ടർ ഡ്രീം ഓഫ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്. 5th ജനറേഷനാണ് ഇപ്പോൾ എന്താണ് സയൻറ്റിസ്റ്റിൻ്റെ ഡ്രീമാണ് 5th ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ ദ ഡയറക്ഷൻ മെനി ഇയേഴ്സ് എഗോ. ഈ ഒരു 5th ജനറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് കാലഘട്ടം കൊണ്ട് അവർ നോക്കുകയാണ്. ആൾദോ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ആർ വെരി പവർഫുൾ ആൻഡ് വെരി ഫാസ്റ്റ്, ദേ ലാക്ക് തിങ്കിങ് പവർ. അതെന്താണ്? അവർ മോഡേൺ കമ്പ്യൂട്ടേഴ്സാണ് എന്ത് ചെയ്യുന്നു? വളരെയധികം പവർഫുള്ളാണ്, വെരി ഫാസ്റ്റ് ആണ്. ദേ ലാക്ക് തിങ്കിങ് പവേഴ്സ്. 5th ജനറേഷൻ കമ്പ്യൂട്ടർ വിൽ ഹാവ് തിങ്കിങ് പവർ ആൻഡ് ക്യാപ്പബിലിറ്റി ടു മേക്ക് ഡിസിഷൻ ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. 5th ജനറേഷൻ കമ്പ്യൂട്ടർ എങ്ങനെ ആയിരിക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്? തിങ്കിങ് പവർ ഉണ്ടായിരിക്കണം, ക്യാപ്പബിലിറ്റി ടു മേക്ക് ഡിസിഷൻ ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ മനുഷ്യരൊക്കെ ചിന്തിക്കുന്നത് പോലെ ഉള്ള തിങ്കിങ് കപ്പാസിറ്റി ആർക്കുണ്ടാകണമെന്ന് വിചാരിക്കുന്നു? 5th ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉണ്ടാകുന്നിരിക്കും. The concept of artificial intelligence is used in 5th generation computer. 5th generation computer യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 4th ജനറേഷൻ കമ്പ്യൂട്ടറാണ്. 5th ജനറേഷൻ കമ്പ്യൂട്ടർ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല, ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ. ഈ 5th ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഓക്കെ, താങ്ക് യു.